ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് മുഖത്തെ അമിതമായിട്ടുള്ള രോമ വളർച്ചയെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കരിമംഗല്യം അകറ്റാനായിട്ട് നല്ലൊരു പാക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഈ പാക്ക് നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ അകറ്റാനായിട്ട് കൈകളിലും കാലുകളിലും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മുഖക്കുരു കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ചർമ്മത്തിൻ്റെ കരിവാളിപ്പ് തടയാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ ചുളിവുകൾ അകറ്റുക എന്നൊരു ഗുണം കൂടി ഇതിനുണ്ട്. അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം തടയാനായിട്ട്, അതേപോലെ തന്നെ മുഖത്തെ അമിത രോമ വളർച്ച. അപ്പോൾ അമിത രോമ വളർച്ച ഉള്ള ആൾക്കാർക്ക് മുൾട്ടാണി മിട്ടി മാത്രമായാലും മതി. പക്ഷേ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ഇതിൻ്റെ കൂടെ ഇരട്ടി മധുരം അഥവാ ലിക്കറോസ് പൗഡർ ആഡ് ചെയ്യണം. ഇത് ആയുർവേദ കടകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇരട്ടി മധുരം പൊടി. ഇത് നമ്മൾ അടുപ്പിച്ച് പുരട്ടിക്കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ മാറിപ്പോകുന്നതാണ്. മുൾട്ടാണി മിൽട്ടി നമ്മുടെ ചർമ്മത്തിന് നിറം കിട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ pH നില കറക്റ്റാക്കാനായിട്ട്, ചർമ്മത്തെ തണുപ്പിക്കാനായിട്ട്, അമിത എണ്ണമയമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ മുഖത്ത് കുരുക്കളുള്ളവർക്ക് മുൾട്ടാണി മിൽട്ടി വളരെ നല്ലതാണ്. രണ്ടും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം, അതേപോലെ തന്നെ ആയുർവേദ കടകളിൽ നിന്നും വാങ്ങിക്കാം. ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അടുത്ത് കടകളിൽ നിന്ന് കിട്ടുന്നവരെ അങ്ങനെ തന്നെ വാങ്ങിക്കുക. അപ്പം ഞാനിവിടെ രണ്ടും ഓരോ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കൈകളിലും ഫേസിലും ഒക്കെ ഇടാനായിട്ട് ഉണ്ടാകും. അപ്പം നമുക്ക് ആവശ്യാനുസരണം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം പപ്പങ്ങയാണ്. നല്ല പഴുത്ത പപ്പങ്ങ കിട്ടിയപ്പോൾ ഉടനെ ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ പൾപ്പ് മാത്രമായിട്ട് എടുക്കുകയാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തു. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയോ വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കൊരു കുഞ്ഞു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് കൂടി സെലക്ട് ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുപോലെ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പയയുടെ പൾപ്പിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പയ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുക്കുംബറിൻ്റെ നീര്. അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ രോമ വളർച്ച തടയാനാണെങ്കിൽ പച്ചയായാലും പഴുത്തയായാലും പപ്പയയുടെ പൾപ്പിലേക്ക് അല്ലെങ്കിൽ പപ്പയ ജ്യൂസിലേക്ക് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ ഫേസിലാണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ പയറുപൊടി ഉപയോഗിച്ചിട്ടോ ഒക്കെ കഴുകുക. അതുപോലെ തന്നെ കയ്യിലോ കാലിലോ ഒക്കെ ആണെങ്കിൽ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഉണങ്ങി വരുന്ന പരുവത്തിന് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നല്ലൊരു മാറ്റം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ കൈകളിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത് റെഗുലറായിട്ട് ചെയ്യണം, എന്നാലാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് ചെയ്യുക. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.